ഇതെങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നു, ചിമ്പാൻസികളിലൂടെയാണ് വരുന്നത്. ഇതിന്റെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതിലൂടെ മനുഷ്യൻ നിത്യമരണത്തിലേക്ക് ദുർബലമായ ശാരീരിക അവസ്ഥയോടുകൂടി ആകെ മുടിയെല്ലാം നരച്ച് കൊഴിഞ്ഞ് അകാല മൃത്യുവിലേക്ക് പോകും. ഇതിന് മരുന്നില്ല. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ സമ്പൂർണ്ണമായ പ്രതിരോധ ശേഷിയെ തകർത്ത് കളയും ഈ രോഗം. എയ്ഡ്സ് ഒരു രോഗമല്ല, പക്ഷേ നിരവധിയായ രോഗങ്ങൾ നമ്മളിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന ആ ഒരു കോട്ടയെ, ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ തകർത്ത് കളയുന്നു എന്നാണ് അന്ന് കണ്ടുപിടിച്ചത്. ആൾക്കാർക്ക് വലിയ പേടിയുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ലോകത്ത് എല്ലായിടത്തും പങ്കാളികൾ എന്ന് പറയുന്നതിനപ്പുറമുള്ള ബന്ധങ്ങളിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ പോകുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതോടുകൂടി കുറേയേറെ മിതത്വം പാലിച്ചു. ഇതിനുള്ള മുൻകരുതലുകളായിട്ട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിപ്പോ ചുംബനത്തിലൂടെ, ഉമിനീരിലൂടെ, ഒരുപാട് തെറ്റിദ്ധാരണകൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതെ, ചുംബനത്തിലൂടെ വരും, അടുത്തിരുന്നാ വരും, ബാത്റൂം ഉപയോഗിച്ചാൽ വരും, ചെരുപ്പിട്ട ഒരാൾ ഉപയോഗിച്ച് ചെരുപ്പിട്ടാ വരും, പിന്നെ ഒരാൾ തുപ്പിയ സ്ഥലത്തൂടെ നടന്നാ വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ അന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു.